അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ്. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് വരും. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇനി കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ. കറണ്ടിനെ ചാർജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറണ്ട് കിട്ടും. കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ പേരാണ് കറണ്ട് ഡെൻസിറ്റി. അപ്പൊ കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റിയുടെ ലെറ്റർ ആണ് ജെ. കറണ്ടിന്റെ ലെറ്റർ ആണ് ഐ. ഏരിയയുടെ ലെറ്റർ എ വരും. അപ്പൊ ജെ ഈസ് ഈക്വൽ ടു ഐ ബൈ എ എന്ന് വരും. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. ഇനിയിപ്പോ നമ്മളൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഹൈ സ്പീഡിൽ പാസ് ചെയ്യുന്നുണ്ട്. ഹലോ നീതാ. ഓക്കെ. അപ്പൊ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആവറേജ് വെലോസിറ്റി നമ്മൾ പറയില്ലേ, ഒരു ശരാശരി വേഗത, ഒരു ഏകദേശം എന്ന് പറയുന്നത് പോലെ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റിയുടെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷനും, ഡ്രിഫ്റ്റ് വെലോസിറ്റി. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ. 1 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇത്രയും ക്ലിയർ ആയി? ഓക്കെ. വിഘ്നേഷ് ഒന്ന് പറഞ്ഞ, പെട്ടെന്ന് നോക്കി പറഞ്ഞാൽ മതി, സ്ക്രീന് നോക്കി പറഞ്ഞാൽ മതി. സ്ക്രീന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആ സ്ക്രീനിൽ എഴുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആദ്യം കറണ്ടിന്റെ ഇത് വരുന്ന ചാർജ് ബൈ ടൈം ആണ്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. പിന്നെ ആംപിയർ കൊളംബ് ബൈ സെക്കൻഡ്. ഐ ബൈ കറണ്ട് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി. പിന്നെ സാറേ മറ്റേ ജെ ഈസ് ഈക്വൽ ടു അത് മനസ്സിലായി. ഞാൻ ബാക്ക് പോയി. കറണ്ടിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതാണ് ജെ. ഓക്കെ. കറണ്ടിനെ ഏരിയ ഡിവൈഡ് ചെയ്യുമ്പോൾ കറണ്ട് ഡെൻസിറ്റി കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഓംസ് ലോ ആണ്. ഓംസ് ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? ഓംസ് ലോ എന്നുള്ളത് വി പ്രൊപ്പോർഷണൽ ഐ ആണ്. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നാട്ടുകാരെ ഭാഷയിൽ വി എന്ന് പറയുന്നത് വോൾട്ടേജ്. അത്ര വ്യത്യാസമുള്ളൂ. കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. അത് നമുക്ക് അറിയുന്ന സാധാരണ ഒരു കാര്യം. വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയും, ഉറപ്പാണ്. അല്ലെങ്കിൽ കറണ്ട് കുറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് കുറഞ്ഞു എന്ന് മനസ്സിലാകും. അതായത് ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റിയും കൂടും, കുഴപ്പമില്ല. അതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഫിസിക്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അടുത്ത പണി അതിന് ഇക്വേഷൻ ഉണ്ടാക്കലാണ്. അതായത് ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് മാറ്റും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു, ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ അതിനൊരു കോൺസ്റ്റന്റ് കൊടുക്കും.
കോൺസ്റ്റന്റ് ഇൻറ്റു ഐ. എന്നിട്ട് അവർ ആ കോൺസ്റ്റന്റ് എത്രയെന്ന് കണ്ടുപിടിക്കും. ഇവിടെ കണ്ടുപിടിച്ച കോൺസ്റ്റന്റ് R ആണ്. R എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ പറയാം, V ഈസ് ഈക്വൽ ടു IR എന്ന് പറഞ്ഞാൽ മതി. അതാണ് കുറച്ചും കൂടി സൗകര്യം നമുക്ക് ഓർമ്മിക്കാനും ഒക്കെ. IR ഇതാണ് ഓംസ് ലോന്റെ. ഇതിന്ന് എന്തൊക്കെ കിട്ടും? I ഈസ് ഈക്വൽ ടു V ബൈ R ഉം കിട്ടും, അതുപോലെ R ഈസ് ഈക്വൽ ടു V ബൈ I ഉം കിട്ടും. അത് വേറെ കാര്യം, നിങ്ങൾ ഇത് മൂന്നും കൂടി പഠിക്കേണ്ട, ഈ ഒറ്റൊന്ന് പഠിച്ചാൽ മതി. V ഈസ് ഈക്വൽ ടു IR. അപ്പൊ ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ വോൾട്ടേജ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണോ. നമ്മൾ പഠിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവണം. ആ സമയത്താണ് ഇത് ഈ ഓംസ് ലോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ വാക്കും കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അത് പെട്ടെന്ന് സാർ, അപ്പം ഓംസ് ലോ പ്രകാരം ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ടിനായിട്ട് പ്രൊപ്പോർഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രൊപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊടുന്നു, അങ്ങനെ R എന്ന് പറയുന്നത്, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സുഖത്തിന് വേണ്ടി നമ്മൾ V ഈക്വൽ ടു IR എന്ന് കാണും. അതിൽ I ഈക്വൽ ടു V ബൈ R കാണാൻ പറ്റും, R ഈക്വൽ ടു V ബൈ I കാണാൻ പറ്റും. ഓക്കെ. അടുത്തത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്ട് ചെയ്യുന്നത്? ഫാക്ടേഴ്സ്, അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, അത് പറഞ്ഞിട്ടില്ല. ലെറ്റർ OHM, ലെറ്റർ ആ ലെറ്റർ ആണ്, ഗ്രീക്ക് ലെറ്റർ ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ എഫക്ട് ചെയ്യുന്നത്? ഒന്ന്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, എന്ന് വെച്ചാൽ കണ്ടക്ടറിന്റെ നീളം, ലെങ്ത് ഓഫ് കണ്ടക്ടർ. അതായത് നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. രണ്ടാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മൾ മലയാളത്തിൽ വണ്ണെന്ന് പറയുന്നതിന് നിവൃത്തിയില്ല, ഇംഗ്ലീഷിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാനേ പറ്റുള്ളൂ. ഒരു കണ്ടക്ടർ ഒരു പെൻസിലാണെന്ന് വിചാരിച്ചാൽ മതി, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്താൽ അതാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മൂന്നാമത്തത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. നാലാമത്തത് ടെമ്പറേച്ചർ. ടെമ്പ് എന്ന് എഴുതില്ല, ഷോർട്ട് ഫോം ആയിട്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണമാണ് ആവശ്യമുള്ളത്. റെസിസ്റ്റൻസ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്, അതുപോലെ റെസിസ്റ്റൻസ് ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, വണ്ണം കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ R പ്രൊപ്പോർഷണൽ 1/A എന്ന് പറയും. ഈ രണ്ടെണ്ണം കൂടി കമ്പൈൻ ചെയ്താൽ R പ്രൊപ്പോർഷണൽ L/A എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ചേർക്കണം. R ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു L/A എന്ന് വരും. ഇവിടുത്തെ കോൺസ്റ്റന്റ് റോ ആണ്, RHO, റോ, ഗ്രീക്ക് ലെറ്റർ. അപ്പൊ റോ L/A എന്ന് വരും. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഫോർമുല റോ L/A. അപ്പൊ ഈ റോയിന്റെ പേരെന്താണ്? റോയിന്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. ഇതിന്റെ യൂണിറ്റ് ഓം മീറ്റർ, അല്ലെങ്കിൽ അതായത് ലെറ്റർ എഴുതുമ്പോൾ ഓം മീറ്റർ അല്ലെങ്കിൽ MHO. ഓം തിരിച്ചിട്ടാ മതി. ഓമിന്റെ OHM തിരിച്ചിടുമ്പോൾ MHO എന്ന് വരും. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, എന്തൊക്കെ ഘടകങ്ങളാണ്. അടുത്തത്, റെസിസ്റ്റൻസസ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ
പാരലൽ ഓർ സീരീസ്. അപ്പൊ അതില് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 റെസിസ്റ്റൻസ് എത്ര വേണമെങ്കിലും കണക്ട് ചെയ്യാം. 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തായിട്ട് ഒരു ഫിഗർ പഠിച്ചേക്കാം. ഒന്ന് പോസിറ്റീവ് ബാറ്ററിയാണ്, നേരെ കറണ്ട് എ എന്നുള്ള പോയിന്റിന്റെയും ബി എന്നുള്ള പോയിന്റിന്റെയും ഇടയിൽ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3. നമ്മളെ ഭാഷയിൽ ഒരു TV കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ലാപ്ടോപ്പോ ഒരു ഫ്രിഡ്ജോ എന്തായാലും വേണ്ടില്ല. അതൊക്കെ നമ്മളെ ഭാഷയിൽ റെസിസ്റ്റൻസസ് ആണ്. അപ്പൊ ഈ മൂന്നിന്റെയും കൂടിയുള്ള കമ്പൈൻഡ് റെസിസ്റ്റൻസിനെയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ R ആണ്. എന്ന് വെച്ചാൽ ഈ 3 റെസിസ്റ്റൻസ് ആണ് ഒഴിവാക്കിയിട്ട് പുതിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയാൽ ആ ഫോർമുല R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇവിടെ ഒരു ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ദ റെസിസ്റ്റൻസ് വിച്ച് റീപ്ലേസസ് 1 or 2 റെസിസ്റ്റൻസസ്. അതാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഫിഗർ ഇതാണ്. ഇനി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും നമ്മൾ ഡെറിവേഷൻ എഴുതുമ്പോൾ നമുക്ക് എഴുതാം റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നൊക്കെ നമുക്ക് സെന്റൻസ് ആയിട്ട് എഴുതാം. അപ്പൊ എക്കും ബിക്കും ഇടയിലാണ് R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തത്. എക്കും ബിക്കും ഇടയിലാണ് R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്തത്. എക്കും ബിക്കും ഇടയിലാണ് R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. ഇത്തരം കണക്ഷനെയാണ് പാരലൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പകരം ഈ 3 റെസിസ്റ്റൻസ് ആണ് ഒഴിവാക്കിയിട്ട് എക്കും ബിക്കും ഇടയിൽ ഇതേ എഫക്റ്റ് ഉള്ള ഒരൊറ്റ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. എങ്ങനെ? ഈ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ എന്താണോ ആ സർക്യൂട്ടിൽ ഇഫക്റ്റ് ഉള്ളത് അതിന് ഈക്വൽ ആയിട്ടുള്ള എഫക്റ്റ് ഉള്ള ഒരു സിംഗിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ ആ റെസിസ്റ്റൻസിന്റെ പേരാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് R എന്നാണ് കൊടുക്കുക. ഇതിന്റെ ഫോർമുല 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നാണ്. അപ്പൊ 3 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ കമ്പൈൻഡ് ഫോർമുല ഇതാണ്. അപ്പൊ 2 രീതിയിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. അത് തന്നെ ഒരു ചോദ്യമാണ്. ഹൗ മെനി വേസ് റെസിസ്റ്റൻസസ് ക്യാൻ ബി കണക്റ്റഡ്? അപ്പൊ നമുക്ക് പറയാം there are 2 ways. One is series and another is parallel. ഒരു ഫിഗറും കൂടി എഴുതി കൊടുക്കാം. ഓക്കെ വിഘ്നേഷ്. അല്ല സാറേ, ഇത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തപ്പോ പറഞ്ഞോളൂ. പറയട്ടെ. എന്താണ് ഇത് പറഞ്ഞേ? അല്ല, ഞങ്ങൾക്ക് കുറച്ച് കണ്ട് എഴുതി തന്നേന്നോ, അത് വേണ്ടേ? പറയാം. റെസിസ്റ്റൻസ് ക്യാൻ ബി കണക്റ്റഡ് ഇൻ പാരലൽ ഓർ സീരീസ്. 2 തരത്തിൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാം. എന്തൊക്കെയാണ് ഈ റെസിസ്റ്റൻസസ് വിഘ്നേഷ്? എന്തൊക്കെയാണ് ഈ റെസിസ്റ്റൻസസ്? ഈ R1, R2, R3 എന്ന് പറയുന്ന സാധനങ്ങൾ ആക്ച്വലി എന്താണ്? നമ്മൾ പഠിക്കാനാണ് R1, R2, R3 എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ? നമുക്ക് എന്താ പറയാ, കറണ്ട് കണക്ട് ചെയ്യാനുള്ളതല്ലേ. എന്താണ് അത്? ഇതിന് പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് സാധനങ്ങൾ? ചോദ്യങ്ങൾ അറിയില്ല വിഘ്നേഷേ, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആണ് ഈ സാധനങ്ങളൊക്കെ. ഒരു ഉദാഹരണം പറയും.
ലാപ്ടോപ്പ്, ടി വി, കമ്പ്യൂട്ടർ. ഒന്ന് ഉറക്കെ സംസാരിക്കട്ടോ വിഘ്നേഷ്, ഉറക്കെ സംസാരിക്കും. ലാപ്ടോപ്പ്, ടി വി, കമ്പ്യൂട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കണ്ടിന്യൂ. അപ്പോൾ സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ R=R1 + R2 + R3. സീരീസ് പറഞ്ഞാൽ ഒന്നിൽ എത്ര വേണമെങ്കിലും കണക്ട് ചെയ്യാം അങ്ങനെ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പിന്നെ പാരലല് പറഞ്ഞാൽ R1ഉം R2ഉം R3ഉം ഒരേ ഇതിൽ കിട്ടും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R=. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പിന്നെ അതില് പാരലല് പറഞ്ഞാൽ 1/R = 1/R1 + 1/R2 + 1/. അപ്പൊ നമുക്ക് ഡിറൈവ് ചെയ്യാം. R=R1 + R2 + R3. സീരീസ് ആണ് കണക്ഷൻ. അപ്പൊ അതിനകത്ത് 3 റെസിസ്റ്റൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? കൺസിഡർ 3 റെസിസ്റ്റൻസസ്. R1, R2, R3 are connected in series. R1, R2, R3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബിറ്റ്വീൻ A and B. അതും കൂടി പറയാം. പിന്നെ R1 വോൾട്ടേജ് V1 ആണ്, R2 വോൾട്ടേജ് V2 ആണ്, R3 വോൾട്ടേജ് V3 ആണ്. ലെറ്റ് V1, V2, V3 be the, നമ്മൾ പറയുമ്പോൾ വോൾട്ടേജ് നല്ല പറയാ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1, R2, R3. പിന്നെ ലെറ്റ് I be the current. സത്യത്തില് R1, R2, R3, A, B, V1, V2, V3, I, ആ ഫിഗറിലുള്ളതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതാണ് ഫിഗർ എക്സ്പ്ലനേഷൻ. ഇനി ഓംസ് ലോ പ്രകാരം എന്താണ്? ബൈ ഓംസ് ലോ V = IR ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ V1 = IR1 വരും, V2 = IR2 വരും, V3 = IR3 എന്ന് വരും. അപ്പൊ V എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് V1 + V2 + V3, and that is equal to IR1 + IR2 + IR3. അതിൻ്റെ അകത്ത് I കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ I × R1 + R2 + R3. യെസ്, ഇത്രയൊന്ന് പറയാ. നിത പറഞ്ഞോളൂ. അപ്പൊ സീരീസ് കണക്ഷനിൽ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുക. അതിൽ 3 റെസിസ്റ്റൻസ് എൻ്റെയും ബിൻ്റെയും ഇടയിലുണ്ട്. I എന്നുള്ളൊരു കറണ്ട് അത് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യം എഴുതിയ കൺസിഡർ 3 റെസിസ്റ്റൻസ് R1, R2, R3 connected in series between A and B. Let V1, V2, V3 be the potential difference across R1, R2, R3. Let I be the current. By Ohm's law, V = IR. V1 = IR1, V2 = IR2, V3 = IR3. അപ്പോൾ V = V1 + V2 + V3. അപ്പോൾ IR1 + IR2 + IR3. അപ്പോൾ I കോമൺ ഫാക്ടർ പുറത്തെടുക്കുക. അപ്പോൾ = I × R1 + R2 + R3. ഓക്കെ. ഇനി ഇവിടുന്നാണ് ഈ 3 റെസിസ്റ്റൻസിനെ മാറ്റണം. അപ്പൊ ലെറ്റ് the 3 resistances റെസിസ്റ്റൻസിനെ റീപ്ലേസ് ചെയ്യണം. ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ റെസിസ്റ്റൻസ്.
ആ 3 റെസിസ്റ്റൻസിന് പകരം ഒരു സിംഗിൾ റെസിസ്റ്റൻസ് റീപ്ലേസ് ചെയ്യാണ്. ആ റെസിസ്റ്റൻസിന്റെ പേരാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഫിഗറിൽ ആ 3 റെസിസ്റ്റൻസിന് പകരം ഒരു സിംഗിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണു. ബാക്കിയുള്ളതിനൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. ഇത് ഓംസ് ലോ പ്രകാരം ഇങ്ങനെ കണക്ട് ചെയ്ത V ഈസ് ഈക്വൽ ടു IR എന്ന് വരും. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ എന്നും കൂടി, അതായത് ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഫ്രം ഇക്വേഷൻ 1 and 2 ഈ IR എന്ന് പറയുന്നത് മുകളിലത്തെ എഴുതിയ അത് I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് വരും. ഇപ്പൊ രണ്ട് സ്ഥലത്തും I കട്ട് ചെയ്ത് കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ ഉണ്ട്. അതിന്റെ ഇടയിൽ ഫിഗർ എങ്ങനെ അതൊരു ചോദ്യമാണ്. ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്താണെന്നുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ റെസിസ്റ്റൻസസിന്റെ പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം നമുക്കൊരു നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് പറയണം. അത് അപ്പോ പാരലൽ കണക്ഷൻ. അപ്പൊ 3 റെസിസ്റ്റൻസസ് R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ A and B. I be the current. I എന്നുള്ള കറണ്ട് I1, I2, I3 ആയിട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ മാതിരി എഴുതേണ്ടത് കൺസിഡർ R1, R2 and R3 ആർ കണക്റ്റഡ് ഇൻ സീരീസ് ബിറ്റ്വീൻ A and B. അത് ഞാൻ എഴുതുന്നില്ല, അതേ വാചകം തന്നെ, ബിറ്റ്വീൻ A and B. ആ സീരീസ് എന്നുള്ളതിന് പകരം ഇവിടെ പാരലൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഈ കറണ്ടിന്റെ അവിടെയാണ് പ്രശ്നം വരിക. ലെറ്റ് I be the കറണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ഓംസ് ലോ പ്രകാരം V ഈസ് ഈക്വൽ ടു IR ആണ്. അപ്പൊ I ഈസ് ഈക്വൽ ടു V ബൈ R എന്ന് വരും. അപ്പൊ I1 ഈസ് ഈക്വൽ ടു V ബൈ R1, I2 ഈസ് ഈക്വൽ ടു V ബൈ R2, I3 ഈസ് ഈക്വൽ ടു V ബൈ R3 എന്ന് വരും. ഓംസ് ലോ പ്രകാരം ഇത്രയും വരും. അപ്പൊ അതിലെ കറണ്ട് I എന്ന് പറയുന്ന കറണ്ടാണ് I1, I2, I3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയത്. അപ്പൊ നമുക്ക് എഴുതാം I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. I1 എന്നുള്ളത് ഇവിടെ എഴുതി V ബൈ R1, മറ്റേത് V ബൈ R2, മറ്റേത് V ബൈ R3. അതിൽ V കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ V പുറത്തെടുത്താൽ 1 ബൈ R1, 1 ബൈ R2, ലാസ്റ്റത്തെ 1 ബൈ R3 എന്ന് വരും. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെയും ആ പ്രശ്നം വേണം. എന്താണ്? 3 റെസിസ്റ്റൻസ് A എന്നുള്ള പോയിന്റിന്റെയും B എന്നുള്ള പോയിന്റിന്റെയും ഇടയിലുള്ള 3 റെസിസ്റ്റൻസിന് പകരം ഒരൊറ്റ സിംഗിൾ റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്താൽ അതേമാതിരി I ആണ് കറണ്ട് പാസ് ചെയ്യണത്, R. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ലെറ്റ് ദ 3 റെസിസ്റ്റൻസസ് ബി റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ റെസിസ്റ്റൻസ്. ദിസ് റെസിസ്റ്റൻസ് ഈസ് നോൺ ആസ് ഈക്വലന്റ് റെസിസ്റ്റൻസ്. നേരത്തെ അതേ സെന്റൻസ് തന്നെ. അപ്പൊ അവിടെ വരുമ്പോ I ഈസ് ഈക്വൽ ടു V ബൈ R എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2. അപ്പോ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രം ഇക്വേഷൻ 1 and 2. രണ്ടിന്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പൊ റൈറ്റ് സൈഡ് V ബൈ R ഈസ് ഈക്വൽ ടു V into 1 by R1, 1 by R2, finally 1 by R3. അങ്ങനെ എഴുതുമ്പോൾ രണ്ട് സൈഡിലുള്ള V ക്യാൻസൽ ആവും. അവസാനം അത് 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by